നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് AKG സെന്ററിൽ നിന്ന് ഇറങ്ങുന്നില്ല. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകും. ആ പേടിയിലാണ് പ്രശാന്ത് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ഒന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും കാല് പിടിച്ചുകൊണ്ട് PS പ്രശാന്ത് പറയുന്നത്. ED ആണോ തന്നെ തൂക്കാൻ പോകുന്നത്, അതോ SITയുടെ കൈകളിലേക്കാണോ വീഴുന്നത്? ഈ വേവലാതിയാണ് PS പ്രശാന്തിനെയും മറ്റ് ബോർഡ് അംഗങ്ങളെയും ഒക്കെ കാത്തിരിക്കുന്നത്. എപ്പോഴാണ് വീടിന് മുന്നിൽ വന്ന് SIT അല്ലെങ്കിൽ ED സംഘം നിൽക്കുന്നതെന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ താമസം PS പ്രശാന്ത് AKG സെന്ററിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോട് കരഞ്ഞു കാല് പിടിക്കുകയാണ് PS പ്രശാന്ത്. SIT തന്നെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കരുതേ എന്നാണ് മുഖ്യമന്ത്രിയോടുള്ള കരച്ചിൽ. എന്നാൽ EDയുടെ വായിലേക്ക് പോകുമോ എന്നുള്ള പേടി മറ്റൊരു തരത്തിലാണ്. അതിനേക്കാൾ നല്ലത് SITയുടെ കയ്യിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് AKG സെന്ററിൽ നിന്ന് PS പ്രശാന്തിന് ചിലപ്പോൾ ഉപദേശം കിട്ടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇനി അറസ്റ്റിലാകാനുള്ളവർക്കെല്ലാം ഉറക്കമില്ലാത്ത ദിനങ്ങളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SITയെ ഹൈക്കോടതി നിർത്തിപ്പൊരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യവും കൂടി കഴിഞ്ഞതോടുകൂടി അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഒന്നുകിൽ അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം. ഈ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രശാന്തിന്റെ അറസ്റ്റ് അത് അനിവാര്യമാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം ശക്തമാക്കുന്നുണ്ട്. അതായത് SITയെ ഉപയോഗിച്ച് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ്. EDയുടെ കയ്യിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു കളിയും കൂടിയാണ് ഭരണകൂടം ഇപ്പോൾ നടത്തുന്നത്. ഗൂഢാലോചനയിൽ പ്രശാന്തിന് വ്യക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്താൻ SIT സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ട്. എന്നാൽ നിയമസഭയിൽ ബജറ്റ് അവതരണം നടക്കാനിരിക്കെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭയന്ന് അറസ്റ്റ് ബജറ്റിന് ശേഷം മതിയോ എന്ന ആലോചനയിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. അതായത് കുറച്ച് മണിക്കൂറുകൾ കൂടി PS പ്രശാന്തിന് ഒരു ആശ്വാസം കിട്ടുമെന്ന്, അതിനുശേഷം ബജറ്റ് അവതരണം കഴിഞ്ഞാൽ SIT തൂക്കിയെടുക്കുമെന്ന്. തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തി പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തതോടെയാണ് അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചന പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതായത് ഇതിനു മുൻപ് SITയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ആദ്യം എല്ലാവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു, വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. ഈ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ PS പ്രശാന്തിനെ ഈ രണ്ടാം തവണ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തില്ല. അവിടെയാണ് ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമേ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് 101% ശരിയാണ്. ദ്വാരപാലക ശില്പങ്ങൾ കോടതിയെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് കടത്തിയതിൽ പ്രശാന്തിനും സംഘത്തിനും കൃത്യമായ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്വർണം പൂശാനെന്ന വ്യാജേന ദ്വാരപാലക പാളികൾ കടത്തുന്നതിന് മുന്നോടിയായി ദേവസ്വം മരാമത്ത് വിഭാഗത്തിൽ നടന്ന അസ്വാഭാവികമായ മാറ്റങ്ങൾ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മാറ്റി പകരം തനിക്ക് താൽപ്പര്യമുള്ളവരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ചുമതല നൽകിയതും ദേവസ്വം വിജിലൻസിനെ ഇരുട്ടിൽ നിർത്തിയതും പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം രഹസ്യ കേന്ദ്രത്തിൽ വെച്ചും പിന്നീട് ഓഫീസിൽ വെച്ചും നടന്ന ചോദ്യം ചെയ്യലുകളിൽ പ്രശാന്ത് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് പൂർത്തിയായെന്നും ഇനി ഹാജരാകേണ്ടി വരില്ലെന്നുമുള്ള പ്രശാന്തിന്റെ നേരത്തെയുള്ള അവകാശവാദം തള്ളിക്കൊണ്ടാണ് SIT കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഉന്നതരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രശാന്തിനെതിരെയുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചാലുടൻ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ നിർണായകമായ ബജറ്റ് സമ്മേളനത്തിനിടെ പ്രശാന്തിനെ പോലൊരു ഉന്നതൻ അറസ്റ്റിലാകുന്നത് പ്രതിപക്ഷത്തിന് ആയുധമാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉന്നത തലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അടുത്ത തവണ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കും. കോടതി നിലപാടും നിർണായകമായി മാറും.
ഇവിടെ PS പ്രശാന്ത് മുൻപ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചപ്പോൾ വലിയ തള്ളൊക്കെയായിരുന്നു. അതായത് എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ഞാനതെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തു, ഇതിൽ തനിക്കൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല എന്നൊക്കെയായിരുന്നു PS പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ SIT വ്യക്തമാക്കുന്നത്. മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 2019-ലും 2024-ലും നടന്നതിൻ്റെ കൊള്ള അതേ മാതൃകയിൽ തന്നെ 2025-ലും നടന്നു എന്നുള്ളതാണ്. മുൻപ് നടന്ന ആ കൊള്ളയുടെ അതേ പാറ്റേൺ ഇവിടെ വീണ്ടും പ്രയോഗിച്ചു. അതായത് മുൻപ് നമുക്കറിയാമല്ലോ, ഇതിൽ പങ്കാളികളായവർക്കൊക്കെ ഈ 2025-ലും ഇതിൽ പങ്കുണ്ട് എന്ന്. വാസുവും പത്മകുമാറും ഒക്കെ പ്രശാന്തുമായും ഡീൽ ഉണ്ടാക്കി എന്നുള്ളത് വ്യക്തമാണ്. സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നതിനെ ദേവസ്വം വിജിലൻസിനെ അറിയിക്കാതിരുന്നത് താൻ ഓർത്തില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പ്രശാന്ത് പറയുന്നത്. മുൻപൊരിക്കൽ പ്രശാന്ത് പറഞ്ഞിരുന്നു, തൻ്റെ കാലത്ത് അവിടെ ഒരു കൊള്ളയും നടന്നിട്ടില്ല, ഒരു തിരിമറികൾക്കും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടില്ല, കൃത്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയത്. ഈ പറയുന്ന പോലെ തന്നെ 2025-ലും സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. അത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമൊന്നും അല്ല കൊടുത്തുവിട്ടത്. എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ PS പ്രശാന്ത് പറഞ്ഞത് തന്നെ ഒരു വലിയ കള്ളമാണ്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് ഉള്ളത്. ഇനിയിപ്പോൾ പോറ്റി സ്വർണ്ണപ്പാളി സ്വന്തം കൈകൊണ്ട് കൊടുത്തില്ലെങ്കിലും അവരുമൊക്കെ ആയിട്ടുള്ള ഡീലിങ്സുകൾ തന്നെയാണ് അവിടെ നടന്നത്. പിന്നീട് PS പ്രശാന്ത് പറഞ്ഞ ഒരു വാദം, എൻ്റെ കാലത്ത് സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകുമ്പോൾ കൃത്യമായ തൂക്കമായിരുന്നു, അതിൽ ഒരു കുറവും വന്നിട്ടില്ല. എന്നാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മൂല്യം കൂടിയിട്ടേ ഉള്ളൂ, തൂക്കം കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെയാണ്. എന്നാൽ ഇവരുടെ എല്ലാം തലമണ്ട വളർക്കുന്ന ഒരു അടിയായിരുന്നു VSSC പരിശോധനാ റിപ്പോർട്ട് ഫലം പുറത്തു വന്നപ്പോൾ വ്യക്തമായത്. അതായത് ഉള്ളത് എടുത്തുകൊണ്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നൊരു സംശയമാണ് VSSCയും പുറപ്പെടുവിക്കുന്നത്. അതായത് വലിയ തിരിമറി അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. പ്രശാന്തിൻ്റെ കാലത്തും തിരിമറികൾ നടന്നിട്ടുണ്ട്. ഈ പ്രശാന്തിൻ്റെ കാലത്തെ തിരിമറികൾ അന്വേഷിക്കുമ്പോഴാണ് സർക്കാരിന് വലിയ അടി കിട്ടാൻ പോകുന്നത്. ദേവസ്വം മന്ത്രി വാസവനും കുടുങ്ങും. പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, ഇപ്പോൾ വാസവനാണല്ലോ ദേവസ്വം മന്ത്രി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇതിൽ ഒരു കൈയുണ്ട്, റോളുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 മന്ത്രിമാരാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ SIT തൂക്കിയില്ലെങ്കിൽ EDയുടെ കയ്യിലേക്ക് പോകാൻ പോകുന്നത്. PS പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ കാലത്ത് 2025 സെപ്റ്റംബർ 7-ന് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പപാളികൾ വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈക്ക് കടത്തിയത് 2019-ലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണെന്ന നിഗമനത്തിന് സ്ഥിരീകരണമുണ്ട്. പോറ്റിയുടെ പ്രേരണയെ തുടർന്ന് സർക്കാരിൽ നിന്നുണ്ടായ സമ്മർദ്ദം മൂലമാണിതെന്നാണ് സംശയം. SITക്ക് മുന്നിൽ ബോർഡിലെ ചില ജീവനക്കാർ ഇത് സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയായി കണ്ട് ഇതിനെതിരെ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും സൂചനയുണ്ട്. 2001, 2003 മുതൽക്കേ ദ്വാരപാലക പാളികളുടെ നിറം മങ്ങി തുടങ്ങിയെന്നാണ് ദേവസ്വം ജീവനക്കാരുടെ മൊഴി. പാളികളിൽ വീണ്ടും സ്വർണം പൂശണമെന്ന നിർദ്ദേശം അന്നു മുതൽക്കേ പോറ്റിയും ഉന്നയിച്ചിരുന്നു. എന്നാൽ ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ അന്ന് അതിന് തയ്യാറായില്ല. പിന്നീട് അധികാരമേറ്റെടുത്ത പ്രശാന്ത് ദ്വാരപാലക പാളികളിൽ സ്വർണം പൂശാനുള്ള നീക്കം വേഗത്തിലാക്കി. 2024 മണ്ഡലകാലത്തിന് മുൻപ് സ്വർണം പൊതിഞ്ഞ് പാളികൾ പുനഃസ്ഥാപിക്കാനായിരുന്നു നീക്കം. എന്നാൽ നടന്നില്ല. 98-ൽ വിജയ് മല്യ 195.52 പവൻ സ്വർണമാണ് ദ്വാരപാലക പാളികളിൽ പൊതിഞ്ഞതെന്നാണ് UB ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് കൈമാറിയ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. രേഖകളിൽ ഇനി എന്തായാലും കൃത്രിമം കാണിക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചൊരണ്ടിയും അടർത്തിയെടുത്തും കുറെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുള്ളത്. അതെല്ലാം ഇവന്മാരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അവിടെയാണ് PS പ്രശാന്തിനൊക്കെ ഇപ്പോൾ ഉറക്കമില്ലാത്തത്. PS പ്രശാന്ത് ഇതുവരെ വലിയൊരു സമാധാനത്തിലായിരുന്നു. 2019-ലെ മാത്രമല്ലേ അന്വേഷിക്കൂ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് തൻ്റെ കാലത്തേക്ക് അന്വേഷണം നീളുമെന്ന് പ്രശാന്ത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവിടെയാണ് അയ്യപ്പൻ്റെ കളി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോകാൻ ആരൊക്കെ കൂട്ടുനിന്നു കൊടുത്തോ, ആരൊക്കെ അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ, അവന്മാർക്ക് ആർക്കും ഇന്നിപ്പോൾ ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെ തുടർന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ നിരീക്ഷിച്ചു. പ്രതികൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ആനുകൂല്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ അന്വേഷണത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നു. ഇത് തടയാനുള്ള ഇടപെടൽ എന്തുകൊണ്ട് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നായിരുന്നു കോടതി ചോദിച്ചത്.
കോടതി വീണ്ടും SIT എടുത്തിട്ട് കുടഞ്ഞു. അതായത് ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് SITക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതേ ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വീണ്ടും ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഇനിയുള്ള പ്രശാന്ത്, മറ്റ് ചില ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉദ്യോഗസ്ഥർ, ഇവരിലേക്കൊക്കെ നടപടികളും അറസ്റ്റും നീങ്ങേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ SIT വീണ്ടും സമ്മർദ്ദത്തിൽ ഇങ്ങനെ വലഞ്ഞു നിൽക്കാനാണ് പോകുന്നതെങ്കിൽ ഹൈക്കോടതി SIT എടുത്തിട്ട് പൊരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു ഘട്ടത്തിലാണ് SIT കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. എല്ലാവരെയും തൂക്കി അകത്തിടാനുള്ള ഒരു ശ്രമം, ആ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.